ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ സമയം എത്രയായി ചേട്ടാ? 10:20. അപ്പോൾ 10:20 രാത്രി 10:20. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് എയർപോർട്ടിലോട്ടാണ്. വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ ബ്ലസ്സി തിരിച്ചു പോവുകയാണ്. 1 മാസം കഴിഞ്ഞു, ലീവൊക്കെ കഴിഞ്ഞ് അവളിതാ തിരിച്ചു പോവുകയാണ്. അപ്പോൾ അവളെ എയർപോർട്ടിലോട്ട് ഡ്രോപ്പ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ 11 മണിയാകുമ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ അവളുടെ വീട്ടിലോട്ട് ചെന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ എയർപോർട്ടിലോട്ട് പോകും. അപ്പോൾ തുടർന്നുള്ള വീഡിയോസ് കാണാം. വെറുതെ കേട്ടോ ഇറങ്ങട്ടെ ഞാൻ. ശരി, ഓക്കെ. അപ്പം ഞങ്ങളിത് എയർപോർട്ട് എത്തി. അവർ കാറിൽ വന്നുകൊണ്ടിരിക്കുകയല്ലേ. ബസ്സിൻ്റെ ആ സിം ഇതായോ എന്ന് അറിഞ്ഞൂടാ. ഞങ്ങൾ ഫസ്റ്റ് വന്നപ്പോഴും ഇവിടെ ആയിരുന്നു. അവരിത് വരും, ഇതാണ് തോന്നുന്നത്. ബസ്സിൽ ഇറങ്ങി ബസ്സിൻ്റെ ലഗേജൊക്കെ ഇനി പുറത്തെടുക്കണം. പ്ലസ് ബസ്സിയും ബസ്സിലെ ചേട്ടനൊക്കെ പോകുന്നു. അമ്മയുടെ എന്താ ഇറങ്ങിയില്ല. അല്ലെ ഫോൺ കണ്ടപ്പോൾ അന്നെ ഒരു രസം. ഇതൊക്കെ ഹലോ ഗൈസ്. സോ നമ്മളിപ്പോൾ ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിൽക്കുകയാണ്. ഇവരൊക്കെ എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വന്ന്, അമ്മ വന്ന്, ആര്യയുടെ ഹസ്ബൻഡ് വന്ന്, വേറെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കണക്ഷൻ ഫ്ലൈറ്റ് ഉണ്ട്. ഇവിടെ നിന്ന് അബുദാബി ടു ലണ്ടനാണ് നമുക്ക് വരുന്നത്. ഇപ്പോൾ 12 മണിയായി. ഒരു 4 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. ഇവിടെ നിന്നാണ് നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടുന്നത്. അപ്പോൾ കുറച്ച് നേരത്തെ വന്ന് പിന്നെന്താ ചോദിച്ചായിരുന്നു എത്ര വർഷം എത്ര വർഷം ഇതുപോലെ വരും. ഇതുപോലെ കുറച്ചൊക്കെ ഇതായിട്ട് വരും. ഞങ്ങളെ മിസ് ചെയ്യോ? ഇല്ല, തീർച്ചയായിട്ടും. അത് നിങ്ങൾക്ക് അറിയാലോ, ഞാൻ മിസ് ചെയ്യൂല. ഞാൻ ഒരു വ്ളോഗിൽ അതിനെ പറ്റി പറയാറേ ഇല്ല. ഞാൻ
എനിക്കിഷ്ടമല്ല ഗൈസ് അങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കാറില്ല. ഈ ഒരു മാസം എൻജോയ് ചെയ്യാൻ ചെയ്ത ഒരു മാസം കൊള്ളായിരുന്നു, കുഴപ്പമില്ല. ചൂടിൻ്റെ ഒരു പ്രശ്നം കാരണം എനിക്കൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു, വേറെ പ്രശ്നങ്ങളൊന്നും. ഒരു യൂട്യൂബ് ചാനൽ അത് ഞാനും ആയിഷയും ആയിട്ട് നടത്തുന്നതാണ്. എൻ്റെ UK ഫെബ്രുവരി നടത്തുന്നതാണ്. ആ യൂട്യൂബ് ചാനലിൻ്റെ പേര് ബ്ലസ്സി ആയിഷ്. സോ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാൻ അത് ഫോളോ ചെയ്യണം. ഓക്കെ, ബാക്കി നമ്മൾ പോകണം വെച്ചാൽ അവള് ക്ലിപ്പ് എടുത്ത് അപ്ലോഡ് ചെയ്യും. ഓ അത് പോവരുത്. ഓക്കെ, അത് ഫ്രണ്ടിലോട്ട് കുറച്ച് തള്ളി വെച്ചിട്ട്. ആ ലസ്സിയുടെ ചേട്ടനായിട്ട് അതാ പോവുകയാണ് ഗൈസ്. D1 D2 അവർ പോണേ. അവരെവിടെ പോകുന്നു? അവരതുവഴി കയറും, നമ്മൾ ഇതുവഴി കാണും. അവരതാ ക്യൂവിൽ നിൽപ്പുണ്ട്. മാറിപ്പോണ്ട. നമുക്കവിടെ സെൻറ്ററിൽ നിന്ന് അവരങ്ങോട്ട് അകത്തോട്ട് കയറണമെങ്കിൽ എടുക്കാൻ പറ്റും. അവിടെ സെൻറ്ററിൽ നിൽക്കാൻ സ്ഥലമുണ്ടോ? സെൻറ്ററിൽ അവിടെ നിൽക്കാൻ സ്ഥലമുണ്ടോ നോക്ക്. ഗൈസ് അവരങ്ങനെ ചെക്ക് ഇൻ ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ പ്രൊസീജിയറൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ബ്ലസ്സിയും ചേട്ടനും പോയി. അപ്പം ഞാനും ചേട്ടനും കൂടെ ഇതാ. പിന്നെ നമ്മുടെ ബൈക്ക് എവിടെയാണ്? ബൈക്കിൻ്റെ അടുത്തോട്ട് പോകണം. പിന്നെ അമ്മൂൻ്റെ കാലിപ്പോൾ ഇതിനകത്തായാലേ ഒരു ഹോളുണ്ട്. അപ്പോൾ അവരെ ഞങ്ങളൊക്കെ അവർക്ക് ഇനി 4 മണിക്കാണ് ഫ്ലൈറ്റ്. 4 മണിക്കാണ് ഫ്ലൈറ്റ്. അവരിപ്പോൾ
നേരത്തെ കയറിയേ ഉള്ളൂ. കുറച്ച് കാര്യങ്ങളൊക്കെ ചെക്കിംഗ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ ടൈം ഒരുപാട് എടുക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ 4 മണിയാകുമ്പോൾ കയറും. അതൊക്കെ ഒറിജിനൽ നല്ല അടിപൊളിയായിട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഉണ്ടോ അവതാറല്ലേ മറ്റേ മരം? ഓ ഓ ഓ മറ്റേ ഇങ്ങനെ തൂവി കിടക്കുന്നു. പക്ഷെ അതിൽ കുറച്ച് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര 3D എഫക്റ്റ് നന്നായി. നന്നായി. നടക്കാത്ത ആഗ്രഹം, എൻ്റെ ചേട്ടൻ്റെ നടക്കാത്ത ആഗ്രഹം ഇതാ പോകുന്നു. ആഗ്രഹിച്ച് എല്ലാം നടക്കും അല്ലേ ചേട്ടാ? എല്ലാം ശരിയാകും. നമ്മുടെ ലൈഫിൽ നെഗറ്റീവ് സംഭവിക്കുമെങ്കിൽ പോസിറ്റീവ് ഉണ്ടാവും അല്ലേ എന്തെങ്കിലും. പിന്നെ സക്സസ് വരും. പിന്നെ ഓ വണ്ടി അങ്ങ് കുറേ ദൂരെയാണോ? ഇല്ല, വണ്ടി എവിടെയെന്ന് ആദ്യം പറ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും വീഴും. വണ്ടി എവിടെ? വണ്ടി എവിടെ? നമ്മുടെ റോണിനെവിടെ? അയ്യോ അയ്യോ. ബ്ലസ്സിയെ കൊണ്ടാക്കാൻ ബ്ലസ്സിയുടെ അമ്മ ഉണ്ടായിരുന്നു, പിന്നെ ബ്ലസ്സിയുടെ ചേട്ടൻ്റെ അനിയനും കുറച്ച് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു, പിന്നെ ഞങ്ങളുണ്ട്. ഇത്രയും പേരുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ കാറിലാണ് വന്നത്. അവർ കാറിൽ പോയി, ഞങ്ങളിതാ ബൈക്കിൽ പോകുന്നു. ബൈക്കിൽ പോയിട്ട് ചെറിയൊരു കറക്കം കറങ്ങി അങ്ങ് പോകും. ഇതാണ് ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഞങ്ങൾ കഴിഞ്ഞ ഓഗസ്റ്റിലല്ലേ നമ്മൾ ചെന്നൈയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. ചെന്നൈയിൽ നിന്ന് ഇങ്ങോട്ട് ഫ്ലൈറ്റിലാണ് വന്നത്. അപ്പോൾ അന്ന് നമ്മൾ ഇത് അവിടെ ഡൊമസ്റ്റിക്കിലാണ് വന്നത്, ഇവിടെയല്ല. അതിൻ്റെ വീഡിയോ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്, എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്രയെന്നും പറഞ്ഞ്. ഇതാണ് ഞങ്ങളുടെ ബൈക്ക്. അപ്പോൾ അത് ഹെൽമെറ്റ് വെച്ചോ, വാഹനം ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് മുഖ്യം. പോവാം. ഞങ്ങൾ തിരിച്ചിതാ പോകാൻ വേണ്ടി പോകുന്നു. അപ്പം ബ്ലസ്സി ടാറ്റ, അച്ചു ചേട്ടാ ടാറ്റ, ബായ്. വേനലവധിക്ക് കാണൂല്ലോ മിക്കവാറും. അടുത്ത വേനലവധി മിക്കവാറും 1.5 വർഷം എടുക്കും, ചിലപ്പോൾ 2 വർഷമാവും. ഈ നമ്മളിപ്പോൾ പോയതുപോലെ. അതെ. ഇതുവഴിയല്ലേ? തിരിച്ച് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങാറായി. എത്ര ദൂരം ഡിസ്റ്റൻസ് ആണല്ലേ? തിരിച്ചിറങ്ങാൻ കയറുമ്പം പെട്ടെന്ന് കയറിയല്ലോ. ഇറങ്ങാൻ വേണ്ടി ഭയങ്കര വഴികൾ, കാട്ടുകൂട്ട് വഴികൾ. അവിടെ പോയിട്ടുണ്ട്, രക്ഷപ്പെട്ട്. മാത്രം വഴികളായിരുന്നല്ലേ. ഇറങ്ങാൻ പോകുന്നു. തിരിച്ച് വരുന്ന വരവിൽ ഞങ്ങൾ കരിക്കിൻ ഷേക്ക് കുടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് ഞങ്ങൾ കരിക്കിൻ ഷേക്ക് ഓർഡർ ചെയ്തത്. ഞങ്ങളിതിന് മുന്നേ ഞാനിവിടെ വന്നിട്ടുണ്ട്, അതിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ട് ഞാൻ. ഞങ്ങളുടെ കരിക്കിൻ ഷേക്ക് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇവിടുത്തെ കരിക്കിൻ ഷേക്ക്. അല്ലേ ചേട്ടാ? കൊള്ളത്തില്ലേ? നോക്കൂ, അടിപൊളിയല്ലേ? അപ്പം ഞങ്ങൾ കുടിക്കാം. ഇത് കിമ്മോത്തി അൽബാനി
എന്ന കടയാണ്. ഇതെവിടെ? കരമനയില്ലേ? കരമന. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.